ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമായിരുന്നേ. അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കായിരുന്നു, നമ്മളുടെ കുഞ്ഞുനാളിൽ നമുക്ക് എന്തോരം പിടിവാശികളായിരുന്നു അല്ലേ. നമുക്ക് ആ ഫുഡ് വേണ്ട, ഈ ഫുഡ് വേണ്ട, അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട. നമ്മുടെ അമ്മമാർ എങ്ങനെയായിരിക്കും നമ്മളെ മാനേജ് ചെയ്തിട്ടുണ്ടാവുക? അതും മിക്ക വീടുകളിലും രണ്ടോ മൂന്നോ കുട്ടികളാവും ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും എനിക്കൊരു അനിയത്തിയുമാണുള്ളത്. ഇച്ചാന്റെ വീട്ടിലാണെങ്കിൽ ഇച്ചാനും ഒരു അനിയനുമാണുള്ളത്. അങ്ങനെ ഓരോ വീടുകളിലും രണ്ടോ മൂന്നോ കുട്ടികളെ വെച്ചിട്ട് അമ്മമാർ എങ്ങനെയായിരിക്കും എല്ലാവരുടെ ഇഷ്ടവും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഈ അമ്മമാരെന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ അപ്പന്മാരും ചില്ലറക്കാരൊന്നും അല്ല. അമ്മമാരെങ്കിലും അവർക്ക് വിഷമോ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് വഴക്കെങ്കിലും പറഞ്ഞു തീർക്കാറുണ്ട്. പക്ഷെ നമ്മുടെ അപ്പന്മാർ അങ്ങനെയല്ല ചെയ്യാറ്. അവർക്ക് എത്ര പരിഭവങ്ങളുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മക്കളുടെ കാര്യത്തിന് ഒരു കുറവും വരുത്താതെ അവർ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ നടക്കും അല്ലേ. ഇനി നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചുള്ളിയും തക്കാളിയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അതിനകത്ത് പൊടികളായിട്ട് മെയിനായിട്ട് മല്ലിപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി, അതുപോലെ സാമ്പാർ പൊടി, ഇത് മൂന്നുമാണ് ഞാൻ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. അതിനോടൊപ്പം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഡലി ഞാൻ ചൂടാറുന്നതിന് മുൻപ് എടുത്തു നോക്കിയതാണ് കേട്ടോ. അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ലതുപോലെ തണുത്തിട്ടാണ് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇഡലി ആണെങ്കിലും ദോശയാണെങ്കിലും എനിക്ക് ഫേവറേറ്റ് അതിന്റെ കൂടെ സാമ്പാർ കൂട്ടി കഴിക്കാനാണ് കേട്ടോ. ഇച്ചാനും പിന്നെ ഇഷ്ടം കൂടുതലും ഇല്ല, ഇഷ്ടം കുറവില്ല, രണ്ടും ഒരുപോലെയാണ് കേട്ടോ. സാമ്പാർ ആണെങ്കിലും ചമ്മന്തി ആണെങ്കിലും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഒന്നും കൂടെ ഒന്ന് പറയണേ. അങ്ങനെ നമ്മുടെ സാമ്പാറും ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലിന്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ മറക്കാതെ പറയണമെന്ന് ഉദ്ദേശിച്ചൊരു കാര്യമായിരുന്നു. ഇവിടുത്തെ പാലൊരു രക്ഷയില്ല കേട്ടോ. നല്ല കുറുകിയ നല്ല കട്ടിയുള്ള പാലാണ് തമിഴ്നാട്ടിൽ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ.